എനിക്കറിയാം എന്റെ അവസ്ഥ ജഗദീഷിന് മനസ്സിലാവുന്നു. ഇതെങ്ങനെയാ ഞാൻ ഇവിടെ ഉള്ളവരോട് പറയാ? അഥവാ പറഞ്ഞാൽ തന്നെ പരിഹാസമായിരിക്കില്ല ഇവിടെ ഉള്ളവരുടെ മറുപടി. എനിക്കും ജരാമേട്ടനും ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ച കാലം ഉണ്ടായിരുന്നു. ഇപ്പോ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് ഞാൻ എങ്ങനെയാ അമ്മയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഞാൻ എന്ത് വേണമെന്ന് ജഗദീഷ് തന്നെ പറയും, ഞാൻ അനുസരിക്കാം. ഞാനെന്തിനാ ഇങ്ങനെ ചിരിച്ചെന്നറിയോ? ഏട്ടത്തി പറയുന്ന ഈ മണ്ടത്തരങ്ങളൊക്കെ കേട്ടിട്ട്. ഏട്ടനും ഏട്ടത്തിക്കും ഒരു കുഞ്ഞു വേണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ആ ആഗ്രഹം ഏട്ടൻ ജീവിച്ചിരുന്നപ്പോ നടത്തി കൊടുക്കാൻ ഏട്ടത്തിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോ നടന്നു. എന്റെ ഏട്ടന്റെ ആത്മാവ് അങ്ങേയറ്റം സന്തോഷിക്കുന്ന ഈ സമയത്ത് ഏട്ടത്തി ഇങ്ങനെ നിന്ന് കരയുന്നു. പറ, എന്താ ഏട്ടത്തിന്റെ വേവലാതി? ഇവിടെ ഉള്ളവര് ഇതറിയുമ്പോ കുറ്റപ്പെടുത്തുമെന്നാണോ? ഇനി ആ സംശയം ഏട്ടത്തിക്കുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാരെയും വിളിച്ചു വരുത്തി ഞാൻ തന്നെ കാര്യം പറയാം. അയ്യോ, ഞാൻ അമ്മയെ വിളിക്കട്ടെ? ജഗദീഷ്, ദയവായി ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. അമ്മ ഇത് അംഗീകരിക്കില്ലെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ ഒരു സമാധാനമുണ്ട്. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് ജഗദീഷ് ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെങ്കിൽ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടും. ഡൈനിങ് ടേബിളിൽ വെച്ചുള്ള സംസാരമൊക്കെ ജഗദീഷ് കേട്ടതല്ലേ? ഒന്നും അറിയാതെ തന്നെ അങ്ങനെ പറയുന്നവര് എല്ലാം അറിഞ്ഞു കഴിയുമ്പോ ഏത് രീതിയിലാ പെരുമാറാന്ന്. അത് ശരിയാ ചെറിയച്ച. തൽക്കാലത്തേക്കെങ്കിലും ആരും അറിയണ്ടേ ഇക്കാര്യം. പിന്നെ ദൈവമേ ആയതുകൊണ്ടല്ലേ ചെറിയച്ചന് ഈ കാര്യം മനസ്സിലായതും ക്ഷമിച്ചതും. ഇന്ന് മാലതി ചെറിയമ്മയായിട്ട് വഴക്കുണ്ടാക്കിയത് ഞാൻ കേട്ടിരുന്നു. സാവിത്രി അമ്മയുടെ കാര്യം പറഞ്ഞാണെന്നും എനിക്കറിയാം. അത് മാലതിയുടെ സംസാരത്തിന് ഞാൻ കൊടുത്തൊരു അടിയ. അവളൊന്ന് പറഞ്ഞ എന്താണെന്നറിയോ? സാവിത്രിയുടെ ഗർഭിണിയാണ്. അതിനാ ഞാൻ ഒന്നും പൊട്ടിച്ചത്. ഒരു തരത്തിൽ പറഞ്ഞ അതുപോലെ തന്നെയല്ല ഞാനും. അല്ല, ഒരു തരത്തിലും നന്ദിനി എടുത്തി അങ്ങനെ അല്ല. രാമേട്ടൻ വർഷങ്ങളായിട്ട് ഗൾഫില്, അവിടെ വെച്ച് എന്നെ മരണപ്പെടുകയും ചെയ്തു. പിന്നെങ്ങനെയാ സാവിത്രി എടുത്തി ഗർഭിണിയാവുന്നത്? അല്ല, അതുപോലാണോ ഇത്? ഏട്ടൻ മരിച്ചിട്ട് 41 ദിവസം പോലും ആയിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാ നിങ്ങൾ ഒരേപോലെ ആവുന്നത്? ഏട്ടത്തെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. ഇനി ഞാനവിടൊന്നും പറഞ്ഞു തരികയും വേണ്ട. എങ്കിലും ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഏട്ടത്തി കേൾക്കണം.